പ്രിയമുള്ളവരെ, നമ്മളൊരു വലിയ യജ്ഞത്തിലാണ്. കേരളത്തിലെ സാമൂഹ്യ രംഗത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്ത് കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു വിപത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നൊരു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് വരെ നീളുന്ന ഈ യാത്ര 30 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 ജില്ലകളിലെ മിക്കവാറും താലൂക്കുകളെല്ലാം ടച്ച് ചെയ്തായിരിക്കും ഇത് കടന്നു പോവുക. ഇന്ന് വരെ ഒരു മാധ്യമപ്രവർത്തകനും ചെയ്യാൻ പറ്റിയിട്ടില്ലാത്തൊരു കാര്യമാണ്. ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അപകടം പിടിച്ചൊരു പോക്കാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വല്ലാത്ത ചൂട്, അതിനേക്കാളും ഉപരി ഇങ്ങനെ ഒരുപാട് മീറ്റിങ്ങുകളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പോലെ നമുക്ക് പരിചയമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളിൽ ഇങ്ങനെ ഇന്ന് തന്നെ എനിക്കൊന്ന് എല്ലാം കൂടെ 8-10 മീറ്റിംഗായി. അതിൽ ഒരെണ്ണം പുല്ലൂർ എസ്.എൻ. കോളേജിലായിരുന്നു. അവിടെ വലിയ യോഗമായിട്ട് തന്നെ അവർ നടത്തിയത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്നാലും ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മിക്കവാറും പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി അവരെ കാര്യങ്ങൾ മറിഞ്ഞ് മനസ്സിലാക്കി, കാര്യം കുട്ടികളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ വരുന്നു. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് പ്രത്യേകിച്ചും ഞാൻ രാവിലെ 7 മണിക്കാണ് നമ്മുടെ 24-ൽ മോർണിംഗ് ഷോയുമായിട്ട് വരുന്നത്. അപ്പോൾ മിക്കവാറും ഈ രാത്രിയിൽ സംഭവിക്കുന്ന അപകടങ്ങളെല്ലാം രാവിലെ ഈ മോർണിംഗ് ഷോയിലായിരിക്കും വായിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആദ്യം വരുന്ന കേസ് തന്നെ ഒരു 6-7 കൊലപാതകങ്ങളായിരിക്കും. അതിൽ ചില കൊലപാതകങ്ങൾക്കിടയിലൊക്കെ മറ്റുള്ള ചില വാർത്തകളൊക്കെ വായിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായി നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഉണ്ടാകുന്ന കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു പരിധിവരെ ഒരു പകുതി കൊലപാതകങ്ങൾക്ക് പിന്നിലും ഈ MDMA പോലുള്ള മാരകമായ രാസലഹരിക്ക് വലിയ റോളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, 2 മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഏകദേശം 70 പേരെ കൊല്ലപ്പെട്ടു. കൊലപാതകങ്ങൾ നടന്നു. അത് പട്ടാപ്പകൽ കത്തികയറ്റുക, ബൈക്കിടിച്ച് കൊല്ലുക, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ അതിഭീകരമായ ആളുകളെ കൊലപ്പെടുത്തുക. നിങ്ങൾക്കറിയാം, വെഞ്ഞാറമൂടിൽ ഒരു മനുഷ്യൻ ഒരു ചുറ്റിക കൊണ്ട് 6 പേരെയാണ് ഒരേ ചുറ്റിക കൊണ്ട് ഇടിച്ച്, ഒരു ഉമ്മയുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു, ബാക്കി 5 പേര് മരിച്ചുപോയി. അത്ര ഒരു മാസ് കൂട്ടക്കൊല എന്നൊക്കെ പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ്. അത് ഇപ്പോഴും പോലീസിന് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ വെഞ്ഞാറമൂടിൽ എന്താണ് ഈ ചെറുപ്പക്കാരൻ ഇത് ചെയ്തത്? ഈ അപാൻ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നമുണ്ടോ? 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് വെച്ച് വീട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ കൊന്നൊടുക്കാൻ തീരുമാനിച്ചാൽ അതൊക്കെ എവിടെ പോയി നിൽക്കും? ഈ പിന്നീട് നമ്മുടെ നാട്ടിൽ അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വരവറിയാതെ നമ്മൾ ചിലവാക്കുക, ബാങ്ക് ലോൺ എടുത്ത് നല്ല രാജകുമാരനെ പോലെ ജീവിക്കുക. പക്ഷേ ബാങ്ക് എന്ന് പറയുന്ന സംവിധാനം നിലനിൽക്കുന്നത് തന്നെ നിങ്ങൾ ലോൺ എടുത്താൽ പലിശ സഹിതം തിരിച്ചു വാങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി അവർ കൊണ്ടുപോകും. അത് ബാങ്കിൻ്റെ സാധ്യതകൾ അറിയാത്ത, തീരെ സാമ്പത്തിക ബോധമില്ലാത്ത ആളുകൾ ലോണുകൾ എടുക്കുന്നു. അപ്പോൾ ഈ ലോൺ എടുക്കുമ്പോൾ ശരിക്കും ഈ ലോൺ എന്ന് പറഞ്ഞാൽ ഒരു 10% ഒക്കെ ലോൺ എടുത്ത്, അല്ലെ 15% ലോൺ എടുത്ത് ഈ EMI അടയ്ക്കാൻ പറ്റാതെ വരുമ്പോൾ ടെൻഷനാവും. അപ്പോൾ ടെൻഷൻ, കടം കയറി മുടിഞ്ഞു എന്ന് നാട്ടിൽ പുറത്ത് പറയാൻ പറ്റാത്ത അപകർഷതാബോധമുണ്ട്, വിവരക്കേടുണ്ട്. അതുകൊണ്ട് അയൽവാസിയോടൊന്നും ചർച്ച. പിന്നെ അയൽവാസി ഇല്ല, അയൽവാസിയൊക്കെ എന്നേ നമ്മുടെ കോവിഡ് കാലത്തോടെ ഇല്ലാതായി. അന്ന് നമ്മൾ അടച്ച വാതിൽ പിന്നെ തുറന്നിട്ടില്ല. നമ്മുടെ അയലത്ത് താമസിക്കുന്ന ആരാണെന്ന് പോലും അറിയില്ല നമുക്ക്. നമ്മൾ ഈ അതിഥി തൊഴിലാളികളുടെ എണ്ണം കേരളത്തിൽ വല്ലാതെ പെരുകയില്ല. 10-60 ലക്ഷം ആൾക്കാരായെന്നാണ് പറയുന്നത്. ഈ 60 ലക്ഷം പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ കൽക്കട്ടയിലെ ന്യൂസ് പേപ്പറൊക്കെ അവിടെ വായിക്കുന്നത്. അവിടുത്തെ തിയേറ്ററുകളിൽ ഇപ്പം ബംഗാളി സിനിമയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു ഇൻ്റർനാഷണൽ, ഇപ്പം നമ്മൾ ഗൾഫിൽ പോയ ആൾക്കാരുടെ കാര്യം പറയുന്ന പോലെയാണ് ഈ കൽക്കത്തയിലൊക്കെ അവരുടെ ഗൾഫായിട്ട് അവർ കാണുന്ന കേരളത്തെയാണ്. ഒരു വർഷം ഏതാണ്ട് 2000-3000 കോടി രൂപയൊക്കെയാണ് ഇപ്പം പല സംസ്ഥാനങ്ങളിലേക്ക് ഇവിടുന്ന് പോകുന്നത്. പല അത്ഭുതപ്പെടും. മാത്രമല്ല ഈ പെരുമ്പാവൂരിലും ചില പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വരുമാനമുണ്ട്. അവർ ഇവിടെ പലിശയ്ക്ക് പൈസ കടം കൊടുക്കുന്നുണ്ട് പലയിടത്തും. അങ്ങനെയൊക്കെയുള്ള പുതിയ പ്രവണതകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം MGM ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അപ്പോൾ നമ്മുടെ ഗീവർഗീസ് അച്ചായൻ ഒമാനിലൊക്കെ പോയി അത്യാവശ്യം പണമൊക്കെ സമ്പാദിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഏതാണ്ട് 20ഓളം സ്ഥാപനങ്ങൾ അദ്ദേഹത്തിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജും സ്കൂളുകളുമായിട്ട് 24ആയി. അപ്പോൾ 24ആയി. ഇനി അടുത്ത വർഷം ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ മിക്കവാറും 46 ആക്കും അച്ചായൻ അത്ര ഭാവന സമ്പന്നനാണ്. അപ്പം ഒരുപക്ഷെ ഞാൻ MGM സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞാൻ അച്ചായനോട് ഈ പ്രസംഗം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ അച്ചായനോട് പറഞ്ഞു, നമ്മളൊരു കാവൽ ഭടനെ പോലെ നിൽക്കണം, നമ്മുടെ കുട്ടികളിലൊക്കെ ഒരിക്കലും സ്വാധീനം വരരുത്. ഇത് വളരെ സൂത്രപ്പണിയാണ്. അതായത് കുട്ടികൾക്ക് ചോക്ലേറ്റിൽ ലഹരി കലർത്തി കൊടുക്കുക, കുട്ടികളെ ഇതിനെ അഡിക്റ്റ് ആക്കുക, അവസാനം
കുട്ടികൾക്ക് ഇതിൻ്റെ കാരിയറാക്കി മാറ്റുക, എന്നിട്ട് അവരെ വേറെ എന്തിന് പെൺകുട്ടികളാണെങ്കിൽ എന്തിനെങ്കിലും ഉപയോഗിക്കുക. നിങ്ങൾക്കറിയേണ്ടത് കേരളത്തിലെ പല കോളേജുകളിലും പെൺകുട്ടികൾ പോലും ഇന്ന് MDMA പോലുള്ള മാരക ലഹരികൾ ഉപയോഗിക്കുന്നുണ്ട്. കലാഫീൽഡിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാട്ടുകാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചില പാട്ടുകാരൊക്കെ വിശ്വസിക്കുന്നത് അവർക്ക് നന്നായിട്ട് പാടണമെങ്കിൽ, തലച്ചോറ് നല്ല നേരെ നിൽക്കണമെങ്കിൽ നല്ല അമണ്ടൻ സാധനം അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറണം. അങ്ങനെ അടിച്ചു കയറ്റുന്നതിൻ്റെ ആയുസ് അറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് ഈയിടയ്ക്ക് മനസ്സിലായല്ലോ, ഒരുവൻ പോലീസിനെ കണ്ടുകൊണ്ട് അവൻ കൊണ്ടുവന്ന് MDMA പാക്കറ്റ് എടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി കാഞ്ഞുപോയി. എന്നേക്കുമായി പണം ഉണ്ടാക്കാനുള്ള മനുഷ്യൻ്റെ അത്യാർത്തിയും ത്വരയും കൊണ്ട് ഒരു ജീവിതം തന്നെ എരിഞ്ഞടങ്ങി. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് കള്ളക്കടത്താണ് അവരുടെ മെയിൻ തൊഴിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഈ ആദ്യം നമ്മൾ നാണം വിറ്റും പണം ഉണ്ടാക്കിയിടിൽ നാണക്കേടാ പണം തീർത്തുകൊള്ളും എന്ന് പറയുന്ന ഒരു വാദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ MGM സ്കൂൾ വളരെ ഖ്യാതി നേടിയ പള്ളിക്കൂടമാണ്. ഇത്രയും അധികം സ്ഥാപനങ്ങളുള്ള സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷാ ടീമിനെ തന്നെ ഓരോ മാനേജ്മെൻറ്റും നിയമിക്കേണ്ട കാലമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികളെ സ്വാധീനിക്കാൻ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത വഴികൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. ഇന്നൊരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ മനസ്സമാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. സ്കൂളിലേക്ക് കുട്ടി പോയി മടങ്ങി വരുന്ന ഒരാശങ്കയാണ്, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മൾ 1, 1, 2 കുട്ടികൾ മാത്രമേ ഇപ്പോൾ മിക്ക വീടുകളിലും ഉള്ളൂ. നമ്മൾ ന്യൂക്ലിയർ കുടുംബമാണ്. ഇവിടെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ സ്കൂളിൽ കുറേയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കുട്ടികളുടെ ശ്രദ്ധ മാറുന്ന സമയമുണ്ട്. വൈകുന്നേരം പള്ളിക്കൂടത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് ഇഷ്ടം പോലെ സമയമുണ്ട്. അവന് കൂട്ടുകാരുമായിട്ടൊക്കെ സംവദിച്ച് നടക്കാനൊക്കെ സമയമുണ്ട്. അവനെ കായിക ലോകത്തേക്ക് മടക്കി വിളിക്കണം. നമ്മൾ സ്പോർട്സിൽ അവനെ പ്രോത്സാഹിപ്പിക്കണം. അതുപോലെ അവനെ നാടകം അഭിനയിക്കാൻ താല്പര്യം നാടകത്തിലേക്ക് വിടണം, കലാരംഗത്തേക്ക് വിടണം, അവനെ കളിക്കാൻ വിടണം. കാര്യം വീട്ടിലിരുന്ന് മൊബൈലും കുത്തിയിരിക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ അതേസമയം കുട്ടികളെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് നിങ്ങൾ മേലിൽ ഇനി മൊബൈൽ കാണരുത് എന്നൊന്നും പറയാൻ പാടില്ല. കാര്യം അതൊക്കെ പറഞ്ഞാൽ ചില കുട്ടികളൊക്കെ വീട് വിട്ടിറങ്ങിപ്പോവും. നമ്മളൊക്കെ പലപ്പോഴും ഈ വാർത്താ ചാനലൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോ പിതാക്കന്മാർ നമ്മളെ വിളിക്കും, കുട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി, എന്താ പറഞ്ഞത്, മൊബൈൽ നോക്കരുതെന്ന് പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒരു കാരണമില്ല, ഒരു കാരണവുമില്ല. കുട്ടി എപ്പോഴും ഇറങ്ങി അങ്ങ് പോവുക. പിന്നെ കേരളത്തിലെ പോലീസിൻ്റെ പണിയാണ് ഈ കുട്ടി എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞങ്ങൾ ഈ മീഡിയക്കാർ ഈ ക്യാമറയും വള്ളിയായിട്ട് ഈ കുട്ടിയുടെ പിറകെ പായും എന്നുള്ളതുകൊണ്ട് അവർക്കൊരു ജോലിയായി മാറുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലീസ് സംവിധാനം വളരെ ഉണർന്ന് പ്രവർത്തിച്ച് തുടങ്ങി എന്നുള്ള സന്തോഷമുള്ള വർത്തമാനമുണ്ട്. നിങ്ങളൊക്കെ കണ്ടു കാണും, മുഖ്യമന്ത്രിയുമായിട്ട് ഞാനൊരു അഭിമുഖം നടത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ പറഞ്ഞു, നിശ്ചിതമായ തീരുമാനമുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാർക്കൊന്നും ഇനിയിപ്പോൾ സ്റ്റേഷനിൽ ഭരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലുകൾ ഈ കാര്യത്തിൽ വേണ്ടെന്ന് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് വന്നു തുടങ്ങി. കൊച്ചിയിലും കോഴിക്കോടും മറ്റ് പല നഗരങ്ങളിലും വ്യാപകമായ റെയ്ഡുകൾ നടക്കുന്നുണ്ട്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഹോസ്റ്റൽ മുറികളിലൊക്കെ ഭീകരമായി കഞ്ചാവ് സംഭരണ കേന്ദ്രമായിട്ട് അത് മാറി എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. മാത്രമല്ല നമ്മളിങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയപ്പോൾ നമുക്ക് ശരിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഇതുമായിട്ട് ഇറങ്ങുമ്പോൾ. പക്ഷേ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത, കാരണം അമ്മമാർക്ക് അത്രയും ആശങ്കയുണ്ട്. അച്ഛന്മാർ യഥാർത്ഥത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ എന്നെപ്പോലുള്ള അച്ഛന്മാരാണ്. ഓഫീസ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഈ പിള്ളേരുടെ കാര്യം ആലോചിക്കുന്നത്. അതേസമയം അമ്മമാരങ്ങനെയല്ല, അവർ ഓരോ നിമിഷത്തിലും കുട്ടികളുടെ കാര്യം ആലോചിക്കുന്നവരാണ്. നമ്മളൊരുപാട് കുട്ടികളെ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും ഒരുപാട് നമ്മൾ വളർത്തി വഷളാക്കി കളഞ്ഞു. ഒരുപാട് പാമ്പറിങ് ഒക്കെ ചെയ്തു. കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഒരു സൈക്കിൾ വേണമെന്ന് വെച്ചാൽ നമ്മൾ മോട്ടോർ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കും. മോട്ടോർ ബൈക്ക് വേണമെന്ന് വെച്ചാൽ നീ ഒരു കാർ വാങ്ങിച്ചോളാൻ പറയും. 16-ാം വയസ്സിൽ ലൈസൻസ് കിട്ടാത്ത കാലത്ത് വണ്ടി ഓടിച്ച് നടക്കാൻ പറയും. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളെ നമ്മളെ പ്രലോഭിപ്പിച്ചാൽ, കുട്ടികൾ നമ്മൾ പ്രഷർ ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ വേണമെങ്കിൽ സഹകരണ ബാങ്കിൽ നിന്ന് ലോണും കൂടെ എടുത്ത് കുട്ടിക്ക് കാർ വാങ്ങിച്ചു കൊടുക്കും. ഞാനൊരിക്കലും ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. എൻ്റെ ഓഫീസിൽ 70,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ നോക്കിയപ്പോൾ ഞാനിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ വണ്ടി ആണ് ഉപയോഗിക്കുന്നത്. ഒരു 10-20 ലക്ഷം രൂപ വിലയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് അങ്ങ് വഴുതി മാറി അവിടുന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് വഴുതി മാറുന്നതെന്ന് ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ച് പറഞ്ഞു, അയാൾ ഓടിക്കുന്ന വണ്ടിയുടെ വില 90 ലക്ഷമാണ്. അപ്പോൾ ആ വണ്ടിയാണ് അങ്ങ് പോകുന്ന വണ്ടിയും അദ്ദേഹത്തിൻ്റെ വണ്ടി തൊട്ടടുത്തൂടെ പോകുമ്പോൾ അദ്ദേഹത്തിനൊരു നാണക്കേടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ EMI എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിനുള്ള വരുമാനം അടച്ചാലും അവൻ്റെ EMI തീരത്തില്ല. അപ്പോൾ ഇപ്പോൾ EMI മുടങ്ങി തുടങ്ങി, ടെൻഷനായി. അപ്പോൾ ഭാഗ്യത്തിന് വേറൊന്നും അപകടമൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ഒരു സാമ്പത്തിക വീക്ഷണവും ഇല്ലാതെ EMI എടുക്കുന്ന ആളുകൾ. അവർക്ക് വലിയ ടെൻഷനുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മൾക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു താമര നൂല് എവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ താമര നൂല് നമ്മൾ പുനഃസ്ഥാപിക്കണം. കുട്ടികളെയൊക്കെ സ്നേഹത്തോടെ പള്ളിക്കൂടം വിട്ടു വന്നാൽ തോന്നണം. മാത്രമല്ല
എപ്പോഴും നമ്മൾ പള്ളിക്കൂടത്തിൽ കുട്ടിയെ ഈ സ്കൂളിൽ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, സാധാരണഗതിയിൽ പ്രവേശിപ്പിക്കുന്നതിന് അന്ന് പോവും, അത് കഴിഞ്ഞാൽ പിന്നെ തോറ്റോ ജയിച്ചോ എന്ന് അറിയാൻ മിക്കവാറും പോകും. അത് തന്നെ പോകുന്നത് വളരെ കുറവാണ്. അപ്പോൾ കുട്ടികളെ അന്വേഷിച്ച് പോകണം, PTA സ്ട്രോങ് ആക്കണം. നമ്മുടെ സ്കൂൾ വരാന്തയിൽ ഇപ്പം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ സ്കൂളുകളിലേക്കൊക്കെ തന്നെ പരീക്ഷാ സമയത്തൊന്നും ആർക്കും ചെല്ലാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലേക്ക് ഈ പരിചയമില്ലാത്ത ആളുകൾ കടന്നു കയറുന്നതും കുട്ടികളെ കാരിയറാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുമൊക്കെ നടക്കുന്ന ഒരു കാലത്ത് നമ്മൾ PTA ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 90 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിലെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നമ്മുടെ കേരള പോലീസ് ബ്രില്യൻ്റായ പോലീസാണ്. അവർ ഈ ഇങ്ങോട്ട് ഈ MDMA ഒക്കെ ഒഴുക്കി വിടുന്ന സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്താൽ തന്നെ ഈ എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്തി അവരെ പിടിച്ചു കഴിഞ്ഞാൽ പകുതി പ്രശ്നം തീരും. അത് സത്യമാണ്. പക്ഷേ നമ്മളിതിൻ്റെ ഫോളോ അപ്പ് വേണം. നമ്മൾ അനിൽ ചേർത്തലയൊക്കെ എന്നോട് പറഞ്ഞതുപോലെ നമ്മളിതെല്ലാം നടപ്പിലാക്കി കേരളം ശുദ്ധീകരിച്ചു എന്ന് അഭിമാനിച്ചിരിക്കുമ്പം യുവന്മാരടങ്ങിയിരിക്കത്തില്ല. കാരണം ഇതിൽ നിന്നുണ്ടാക്കുന്ന കോടികൾ നിങ്ങൾ അറിയുന്നത് പോലെ ഈ ഇന്ത്യ വിട്ടുള്ള ഏറ്റവും വെളിനാട്ടിൽ ശരിക്കും ലാറ്റിൻ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്ന വലിയ വമ്പന്മാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. നമ്മുടെ കുട്ടികളെ മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കിയാലും അവൻ്റെ കീശ പള്ള വീർക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന അന്തർദേശീയ മാഫിയ സംഘങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് അറിയാം. ഇവൻ്റെയൊക്കെ കടയർത്ത് വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഒരു 1.5 ആത്മവിശ്വാസം വേണം. പക്ഷേ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, സർക്കാരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. അദ്ദേഹം മാത്രമല്ല, നമ്മളിങ്ങനെ ഈ യാത്ര നടത്തുന്നതിനിടയിൽ നമ്മുടെ ഒരു ഗവേഷണ വിഭാഗം തയ്യാറാക്കുന്ന ഒരു പ്രബന്ധം, ഒരു തീസിസ് നമ്മൾ സർക്കാരിന് കൊടുക്കും. ആ സർക്കാർ അത് നല്ല രീതിയിൽ മെറിറ്റോടെ കാണുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ സർക്കാർ വളരെ ബഹുദൂരം മുന്നിൽ പോയി. കുറേ കാലം സർക്കാർ ആക്ട് ചെയ്യാത്തതാണോ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ആധികാരികമായിട്ടത് പറയാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും കുറച്ച് നമ്മൾ വൈകിപ്പോയി എന്നുള്ളത് നേരാണ്. പക്ഷേ വൈകിപ്പോയെങ്കിൽ നമ്മുടെ കുട്ടികളെയൊന്നും ഇവരുടെ ഔദാര്യത്തിനായി നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. കുട്ടികളാണ് നമ്മുടെ പുതിയ ജനറേഷനാണ് ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ കരുത്തും ഈ രാജ്യത്തിൻ്റെ ചാലശക്തിയും. നമ്മുടെ മൂവിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ സ്കൂളുകൾക്കൊക്കെ തന്നെ വലിയ വെല്ലുവിളിയാണ് ഈ MDMA പ്രചാരണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൽ തന്നെ ഒരു കുട്ടി MDMA ഒക്കെ ഉപയോഗിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല ഇത് പ്രിൻസിപ്പലാണെന്നുള്ളത്. അപ്പോൾ ആ ആദരവൊന്നും പ്രിൻസിപ്പലിന് കിട്ടിയെന്നും വരില്ല. അപ്പോൾ അത്രയും അപകടകരമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കാസർഗോഡേക്ക് നമ്മൾ യാത്ര തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങളെ ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കുക. അപ്പോൾ അയൽവാസിയുടെ മുന്നിൽ വാതിൽ കൊട്ടിയടച്ച ആളുകൾ ഈ വാതിൽ തുറക്കണം. മനുഷ്യൻ്റെ മനസ്സിൽ രൂപം കൊണ്ട് ഈ മതിൽ പൊട്ടിച്ചെറിയണം. നമുക്ക് കാരണം ഇങ്ങനെയുള്ള നാടിന് കുഴപ്പമുണ്ടാക്കുന്ന ശക്തികളെ നേരിടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയൽവാസികളുടെ ഒരു പിൻബലം വേണം. നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അയൽക്കൂട്ടവും അയൽവാസികളുടെ സ്നേഹവും ഒക്കെ കൊണ്ടു നടന്നൊരു സമുദായമാണ്. നമ്മളൊരിക്കലും ഐലൻഡ് പോലെ ജീവിച്ചവരല്ല. ഒരു ന്യൂക്ലിയർ കുടുംബമൊന്നും ആയിരുന്നില്ല നമ്മുടെ കൾച്ചർ. നമ്മളിപ്പോൾ അയലത്ത് താമസിക്കുന്നവൻ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് സൗണ്ട് അലർജി, ഏവേന്തിനെ കിടന്ന് വെള്ളം ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഒട്ടും താങ്ങത്തില്ല, സഹിക്കത്തില്ല. നമ്മളുടെ ഇപ്പോൾ ഒരു അയലത്തെ വീട്ടിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഞാനൊരിക്കലും ഒരു മരണം അന്വേഷിച്ചിട്ട് പോയി. ഞാൻ ഏത് വീടാ ഇല്ല, നഗരത്തിലെ നഗരം ഒരു ആരണ്യമാണ്, ഒരു കാടാണ് നഗരം. അപ്പോൾ ഈ കാട്ടിനകത്ത് നമ്മൾ ഈ മരണം ഇവിടെ അന്വേഷിച്ച് നടന്നിട്ട് ഞാനൊരു വീട്ടിൽ ചെന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ ഇവിടെ മരിച്ചിട്ടുണ്ടല്ലോ, ആ വീട്ടിൽ പോകാൻ വന്നത്. അപ്പോൾ TV-യിലൊക്കെ വരുന്ന ആളായതുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരാൾ മരിച്ചോ, അതെവിടെയാണെന്ന് ചോദിച്ചു. എൻ്റെ കൂട്ടം അയാളും ചോദിക്കുക. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നോക്കി 2-3 പരിചയക്കാർ അങ്ങോട്ട് പോകുന്നു. നിങ്ങളെങ്ങോട്ടാണ്? ഞങ്ങൾ മരിച്ച വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ അടുത്ത മതിലിലുള്ള വീടാണിത്, ഈ മരിച്ച വീട്. അയാൾ അറിഞ്ഞിട്ട് പോലുമില്ല. അയാളുടെ ഒരു പ്രശസ്തനാണ് ഈ മരിച്ച ആൾ. കാരണം തൊട്ടടുത്ത് ഇങ്ങനെ പ്രശസ്തൻ താമസിക്കുന്നു എന്ന് തന്നെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഏതൊരു കളവയും കുടയും പിടിച്ച് രാവിലെ പോകുന്ന കാണാം. ആരാണോ എന്തോ ഈ ഒരു സ്റ്റൈലാണ്. നമ്മളങ്ങനെയല്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കൊട്ടാരക്കരയിലൊക്കെ തന്നെ ഒരു 5-6 കിലോമീറ്റർ ഏരിയൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ ആളുകളെയും അറിയാമായിരുന്നു. ഞാനൊക്കെ പണ്ടൊക്കെ എൻ്റെ നാട് തങ്കച്ചൻ്റെയൊക്കെ നാടാണ്. ഞാനൊക്കെ യഥാർത്ഥത്തിൽ വീക്കെൻഡിൽ കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ 4 കിലോമീറ്റർ അപ്പുറത്തൊക്കെ ഉള്ള ചേച്ചി എന്നാൽ വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ അവരുമായിട്ട് അത്ര പരിചയം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയൊക്കെ ആരാ താമസിക്കുന്ന പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ആ കാലം നമ്മളൊന്ന് തിരിഞ്ഞു നടക്കണം. മലയാളി നഷ്ടപ്പെടുത്തിയ ഒരു നല്ല സമ്പന്നമായൊരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം ഞാനൊക്കെ കൊതിക്കുകയാണ് ആ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ. അന്ന് നമ്മൾക്ക് എന്തായിരുന്നു? സഹോദരിയെ സംരക്ഷിക്കാൻ സഹോദരൻ, അഥവാ സഹോദരൻ സ്ഥലത്തില്ലെങ്കിൽ അയലത്തൊരു സഹോദരൻ ഉണ്ടാകും, അവിടെ ഒരു അമ്മാവനുണ്ടാകും. മീശ വിരിച്ച് അമ്മാവനവിടെ നിൽക്കും. എന്തിനാണ് അവിടെ കിടന്ന് കറങ്ങുന്നത്? പെൺപിള്ളേരുടെ വീട്ടിൽ നിനക്കെന്താ കാര്യം? നീ സ്ഥലം വിട് എന്ന് പറയുന്ന ഒരു അമ്മാവൻ്റെ കാവലാൾ സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്തെങ്കിലും ഒരു ചെറിയ വാഴവെട്ട് കേസോ അല്ലെങ്കിൽ എൻ്റെ വാഴയിൽ നിന്ന് അവൻ 2 ഇല വെട്ടിയെന്നോ എന്നൊക്കെ പറയുന്നത്, ഇത് ജീവിതം എത്ര അർത്ഥശൂന്യമാണെന്ന് നമുക്ക് നമ്മുടെ കലൈവരും ജോസൊക്കെ പറഞ്ഞു തരും. ആയിരക്കണക്കിന് ആൾക്കാരാണ്
ജോസിൻ്റെ സ്ഥാപനത്തിൽ അനാഥരായി കഴിയുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ജീവിതം ഇന്ന് ഞാൻ വേറെ വിളക്കുടിയിൽ ഇങ്ങനൊരു സ്ഥാപനത്തിൽ പോയി, ഒരു സിസ്റ്റർ നടന്ന സ്ഥാപനം നിങ്ങൾക്കറിയാം, സ്നേഹതീരം, ജോസിനറിയാമല്ലോ. അവിടെ പോയി, അവിടെയൊക്കെ യഥാർത്ഥത്തിൽ കുറേ ആളുകളെ കണ്ടപ്പോൾ അവർക്ക് മാനസിക നില തെറ്റിയവരാണ്, അവർക്ക് ജീവിതം എന്താണെന്ന് അറിയില്ല. ഒരമ്മ എന്നോട് പറഞ്ഞത് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റേ സിസ്റ്റർ എന്നോട് പറയുകയാണ്, ഈ അമ്മ വെറുതെ പറയുന്നത്, എനിക്ക് കൊണ്ടുപോകാൻ ആരുമില്ല. ഒരു അവിടെ ഞാനൊരു ലേഡിയെ കണ്ടു, അവർ യഥാർത്ഥത്തിൽ കുണ്ടറയിലുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ അമ്പരന്ന് പോയൊരു കേസാണ്. അവർ നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, നന്നായിട്ട് പാടും. ഏറ്റവും കൂടുതൽ അമിതമായി ഈ മാരകമായ രാസവസ്തുക്കൾ കഴിച്ച് അവർക്ക് മനോരോഗം വന്നതാണ്. അവർക്ക് ഒന്നും അറിയില്ല. അന്ന് ഇവരെ കൊണ്ട് ഒരു 8-9 മാസത്തിന് മുമ്പ് ഈ വിളക്കുടി കൊണ്ട് തള്ളിയതാണ്. വളരെ ഭേദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെ മകളാണത്. ആ ഉദ്യോഗസ്ഥൻ വേണ്ടി തിരിച്ച് അന്വേഷിച്ച് ചെന്നിട്ടില്ല. ഇനി അവരവിടെ കിടന്ന് മരിക്കുമ്പോൾ അവരുടെ ചാക്കാലെ അവിടെ തന്നെ നടക്കും, അവരെ അവിടെ തന്നെ അടക്കും. അപ്പോഴും ഈ മനുഷ്യൻ വീട്ടിൽ തന്നെ ഇരിക്കും. കാര്യം ഈ മകളെ തിരിച്ചു കൊണ്ടുവന്നാൽ മാനക്കേടല്ലേ, തൻ്റെ സാമൂഹിക അന്തസ്സിന് മണ്ണാങ്കട്ട. എന്ത് അന്തസ്സ്? സ്വന്തം മകളെ കൊണ്ട് അനാഥാലയത്തിൽ ചവിട്ടി തള്ളുന്നതിന് എന്ത് അന്തസ്സാണ് ഉള്ളത്? കാരണം നമ്മൾ നമ്മുടെ മകളെ നാണക്കേടിൻ്റെ പേരിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് തള്ളുമെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പം വിധി നമ്മളെ അടിച്ചേൽപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ലാസ്റ്റിൽ ജീവിതത്തിൽ ഒരു അവസാന ഊർത്തിനെടുക്കുന്ന സമയത്ത് എണ്ണി 3-4 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കും. നീ എന്തൊക്കെ അപരാധങ്ങളായി ഈ മണ്ണിൽ ചെയ്തു വെച്ചതെന്ന് ചോദിക്കും. നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഞാൻ ഈ സ്വർഗത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. സ്വർഗവും നരകവും ഈ മണ്ണിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ ചെയ്തികൾ നിങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ചില അമ്മമാരൊക്കെ ഈ തലയെ കൈവച്ച് ശപിക്കുമ്പോൾ, ഞാൻ അത്ര വിശ്വാസിയൊന്നുമല്ല കേട്ടോ, തുറന്നു പറയാം. ഈ ശപിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, മന്ത്രങ്ങൾക്ക് ശക്തിയുണ്ട്, വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഈ വാക്കുകൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അതിന് ചില ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശബരിമല പോയിട്ടുള്ളവർക്കറിയാം, അവിടെ ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നിന്ന് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ശരീരം എന്തോ, ഞാൻ വിശ്വാസിയല്ലാത്ത എനിക്ക് പോലും ഫീൽ ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിഫൈ പെടുന്ന പോലെ തോന്നും. അതായത് ഈ ഒരു മാസ്മരികത, എന്തോ ഒരു ശബ്ദം നമ്മളെ വല്ലാണ്ട് പൂണ്ടടക്കം പിടികൂടുന്ന പോലെ നമുക്ക് തോന്നും. അതങ്ങനെ ഒരു സ്വാധീനം നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്കത്, അതുകൊണ്ടാണല്ലോ നമ്മളെ ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ച് അവൻ്റെ കർണക്കുറ്റിക്കൊരെണ്ണം കൊടുക്കും. നമ്മൾ ഈ വാക്കുകൾക്ക് അർത്ഥമില്ലെങ്കിൽ നമ്മളെന്തിനാണ് അവൻ്റെ കർണക്കുറ്റി അടിച്ച് പോയിക്കാൻ പോകുന്നത്? ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ കേരളത്തിലെ ഇത് ചില ആൾക്കാർ പറയുന്നത് എൻ്റെ മക്കളെല്ലാം നല്ല മിടുക്കരാണ്, അവർ തലയിൽ ആളുതാമസമുള്ളവരാണ്, ആ കുട്ടികളൊന്നും വഴിതെറ്റി നടക്കില്ല. അങ്ങനെ ഒരു വിശ്വാസമേ വേണ്ട. എൻ്റെ കുട്ടി നിൻ്റെ കുട്ടി എന്നില്ല, ഏത് കുട്ടിക്കും വരാം. കാരണം പണ്ട് നമ്മൾ ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞിരുന്നത് കുട്ടികളെ സ്പോർട്സിലേക്കൊക്കെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഇന്നതല്ല. ഇന്നെന്ന് പറഞ്ഞാൽ കുട്ടികളെ ആകർഷിക്കുന്നത് MDMAക്കൊക്കെ അഡിക്റ്റാക്കി നിങ്ങളുടെ വീട്ടിലുള്ള പണം മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്ന വിദേശ രാഷ്ട്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്ന വലിയ ചരടുകൾ, ഈ കറക്ക് കമ്പനികൾ ലോകരാജ്യങ്ങളിലുണ്ട്. അവരുടെ സ്വാധീനം കേരളത്തിൽ വളരെ വളരെ ആഴത്തിൽ വേരോടി എന്ന് നമ്മൾ അറിയുക. അപ്പോൾ നമുക്ക് ഒരു പക്ഷേ ഷോക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ വാർത്താമുറികളിലൊക്കെ വരുന്ന വാർത്തകളുടെ ഒരുപാട് കാര്യങ്ങളൊന്നും നാട്ടുകാരെ വിളിച്ച് പറയാറില്ല. കാരണം ഇന്ന് വാർത്തകൾ വരുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുന്ന വാർത്താവതാരൻ്റെ വായിക്ക് പൊത്തണം. കാര്യം ആ വാർത്ത പുറത്തു വിട്ടാൽ ജനങ്ങൾ ശ്വാസം മുട്ടി തറി വീഴും. അത്ര കൂടുതൽ വാർത്തകൾ വരിക. നമ്മളോട് ചില ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ട്, നേരം വെളുത്തി പുല്ല് തുറന്നിട്ടാലൂടെ നിങ്ങൾക്ക് കൊലപാതകം മാത്രമേ ഉള്ളൂ എന്ന്. ഈ കൊലപാതകം നടത്തിയാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റൂ? അതായത് ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആകെ 3.5 മണിക്കൂറാണ് ഏറെ നിന്നത്. ഈ 3.5 മണിക്കൂറിനുള്ളിൽ ഞാൻ 8 കൊലപാതകം വായിച്ചു. അപ്പോഴത്തേനും എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ പറഞ്ഞു, ഇനി 2 കൊലപാതകം ഉച്ചയ്ക്ക് വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോഴും സാധനങ്ങൾ വേണമല്ലോ. ഇപ്പം എല്ലാം നമ്മൾ ഇതിൽ തന്നെ തീർക്കണമെന്നില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. ആ പോസ്റ്റ്മാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ കത്തും കൊടുക്കത്തില്ല, റെസ്പോൺസിബിൾ പോസ്റ്റ്മാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ ഈ സമരവും ബന്ധുവൊക്കെ വരുമ്പോഴേ എനിക്കന്ന് വേറെ പണിയൊന്നും അറിയത്തില്ലല്ലോ, അന്നും കൊടുക്കാൻ 5-6 കത്ത് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് കത്ത് ഉള്ളി കൈവച്ചേക്ക് എന്ന് പറയുന്ന പോലെയാണ് ഈ കൊലപാതകം പല വാർത്തയിലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. എന്നെപ്പോലുള്ള രക്തസാക്ഷിയുടെ ആഷ്മിതാജ് ഇബ്രാഹിം നിൽപ്പുണ്ട്, വിജയകുമാർ നിൽപ്പുണ്ട്. ഇവരൊക്കെ തന്നെ വാർത്തകൾ വായിക്കുമ്പോൾ ഈ കൊലക്കത്തി കയറിയതും സ്വന്തം അമ്മയുടെ പള്ളയിലേക്ക് കത്തി കയറ്റിയതും ആ കത്തി കയറ്റിയതിന് ശേഷം അവൻ പോയി നന്നായി കുളിച്ചൊരുങ്ങി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയതും ഈ അഫാനൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. 6 പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം അവൻ വിശ്വസിച്ച് 6 പേര് മരിച്ചു എന്നാണ്. 5 പേര് ചത്തുപോയി. ഒരേ ചുറ്റിയേക്ക് ഇടിച്ച് 5 പേരെ കൊന്നതിന് ശേഷം 6ാമത്തെ ഉമ്മയും കഴുത്ത് എന്നിട്ട് മുറുക്കി ചുറ്റിയേക്ക് ഒരു അടിയും കൊടുത്ത് അമ്മയും ഫിനിഷായി എന്നുള്ള സന്തോഷമായപ്പം നല്ലതുപോലെ കുളിച്ച്, മലയാളി അങ്ങനെയല്ല 4 നേരം കുളിക്കും, മനസ്സിൽ മൊത്തം അഴുക്കാം, 4 നേരം കുളിച്ച് നല്ല പൗഡറൊക്കെ ഇട്ട്, പോൺസ് പൗഡർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൗഡർ ചിലവാകുന്നത് കേരളത്തിലാണ്. 2.5 ടണ്ണൊക്കെ ഉപയോഗിക്കുന്നത്. കാര്യം അത്രയും കൂടുതൽ അഴുക്കും നമ്മുടെ ശരീരത്തില്ല. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ അടിച്ചങ്ങ് കയറ്റുക.
ഇവൻ ഈ പൗഡറൊക്കെ ഇട്ട് ഇവൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പുള്ളിയോട് പറഞ്ഞു, മൈ സബ് ഇൻസ്പെക്ടർ കിൽഡ് 6 persons, ഹൗ ആർ യു? അപ്പോൾ അയാൾ ചോദിച്ചു വട്ടാന്ന് വിചാരിച്ചു. അവിടെയാണ് അരിയിടാന്ന് പറഞ്ഞു പോലീസുകാരൻ. പിന്നെയും പറഞ്ഞു ഇല്ല ഞാൻ 6 പേരെ കൊന്നിച്ചു വരുവാന്ന് പറഞ്ഞു. പിന്നെയും പോലീസുകാർക്ക് വിശ്വാസം വേറെ കൂളായിട്ട് നമ്മൾ കടയിൽ പോയി 2 ഇഡ്ഡലി വാങ്ങിച്ച് കഴിച്ചെന്ന് പറയുന്നതല്ല ഇവൻ പറയുന്നത് 6 പേരെ കൊന്നു എന്ന്. പുള്ളി ഞാൻ അരമണിക്കൂർ എടുത്തു അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇവൻ ശരിക്കും കൊന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഇതിനൊക്കെ കാരണം നമ്മുടെ അച്ഛാന്ന് വിളിച്ച നാവിൽ അച്ഛനെ കൊല്ലാനുള്ള കത്തിയുമായി ഇറങ്ങി വരുന്ന ആളുകൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ അയലത്തെങ്ങാനും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരാരായാലും, വലിയ തറവാട്ടുകാരായാലും വലിയ വമ്പന്മാരായാലും, നിങ്ങൾ പോലീസ് സംവിധാനത്തിനെ അറിയിക്കണം. പോലീസ് സ്റ്റേഷനിൽ എല്ലാം അറിയിപ്പ് വന്നു കഴിഞ്ഞു. അതായത് ഇത്തരം കടുത്ത നടപടികളെടുത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും. അപ്പോൾ അതുകൊണ്ട് പോലീസുകാർക്ക് ഒഴിഞ്ഞു പറഞ്ഞില്ല. പോലീസുകാർക്ക് ആളില്ല എന്നുള്ള സത്യമാണ്, സ്റ്റാഫ് സ്ട്രെങ്ത് കുറവാണ് അവർക്ക്. എന്നാൽ പോലും നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന ഒരു അപകടം ഇങ്ങനെ ആയതുകൊണ്ട് എക്സൈസും പോലീസും വളരെ കർക്കശമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കേരളം നേരിടുന്ന ഈ ഒരു അപകടകരമായ ഈ സാഹചര്യം കടന്നു പോകാൻ നമുക്ക് ഒന്നിച്ചു പോകണം. അപ്പോൾ അത് കേരളത്തിലെ ആളുകളെ കുറച്ചുകൂടി അവർ കാണുന്ന പോലെ, അവർ വിചാരിക്കുന്ന വാർത്തയെ പറയുന്ന പോലെ ഈ പ്രശ്നം ചെറിയ പ്രശ്നമാണ് എന്നുള്ളതല്ല, ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാശത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. അഭൂതപൂർവമായ പ്രതികരണമാണ് ഇതിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പോലും ഇത്രയും വലിയൊരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. ഇന്ന് മാത്രമല്ല, ഈ പ്രശ്നം ഇത്രയും കാഠിന്യമേറിയതാണ് എന്ന് 3 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഇതിൽ നിന്ന് മുക്തമായ ഒരു സ്ഥാപനവും ഞാനിപ്പോൾ കാണുന്നില്ല. പലതും നമ്മൾ അറിയാതെ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്ന് കേട്ടത്, ഈ കോളേജിലെ ഒരു ക്ലാസ് മുറിയിലിരിക്കുന്ന 2-3 പെൺകുട്ടികൾ അവർ 1 മണിക്കൂർ പീരീഡിൽ 1 hour പീരീഡിൽ അരമണിക്കൂറാകുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റാതെ ക്ലാസ് മുറിക്ക് പുറത്തോട്ട് ഓടുകയാണ്. എൻ്റെ അടുത്ത് ഇന്നൊരു കോളേജിലെ ഒരു കക്ഷി പറഞ്ഞതാണ്. എന്നിട്ട് പുറത്തു പോയി എവിടെ നിന്നോ ആൺകുട്ടികളുടെ സഹായത്തോടെ ഈ സാധനം ഉപയോഗിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് മടങ്ങി വരികയാണ്. പിന്നെ അവിടെ കുത്തിയിരുന്ന അടുത്ത അരമണിക്കൂറിൽ ഈ നിൽക്കുന്നത് അധ്യാപകനാണെന്നോ അധ്യാപികയാണെന്നോ ഒരിക്കലും ആ കുട്ടിക്ക് മനസ്സിലാവില്ല. നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ആൺകുട്ടികൾ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, പെൺകുട്ടികളും ഇതിന് വഴിപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പെൺകുട്ടികളെ സ്വാധീനിക്കാനൊക്കെ പല വഴികൾ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പുതിയ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെ അവർ ശ്രമം നടത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, കഞ്ചാവ് വിതരണം ചെയ്യുന്നു. കഞ്ചാവൊക്കെ വലിച്ചു കഴിഞ്ഞാൽ തലച്ചോറ് നന്നാവും എന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ ആന മഠയത്തരം എന്ന് ഞാൻ പറയും. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് ഒന്നിച്ച് അണിചേരണം, നമുക്കൊന്നിച്ച് യാത്ര ചെയ്യണം. നമ്മളുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിച്ച് നിർത്തണം. നമ്മുടെ കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ എല്ലാം ശ്രദ്ധ ആ കാര്യത്തിൽ വേണം. 24ലൂടെയും ഫ്ലവേഴ്സിലൂടെയും അതുപോലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും എല്ലാം നമ്മൾ ഈ ഒരുപാട് എയർ ടൈം ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ കമ്പനി പൂട്ടിപ്പോകുന്നതിൻ്റെ അത്രയും എയർ ടൈം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പോയാൽ ഈ നാട് നിലനിൽ നമ്മുടെ ടെലിവിഷൻ ചാനലും പൂട്ടി പോകത്തില്ലേ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടി പോകത്തില്ലേ? ഇതേതാ നിലനിൽക്കുക? ഇതിപ്പോൾ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു വരുന്ന കുട്ടികളിൽ ഈ സ്വാധീനം കൂടിയാൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ തന്നെ ആളുകൾ ഭയപ്പെടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനൊരു അപകടകരമായ സാഹചര്യത്തിലാണ് 75 പേരടങ്ങുന്ന ഒരു ഗവേഷണ വിഭാഗം ഉൾപ്പെടെയുള്ള ഒരു സംഘമടങ്ങുന്ന ടീം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്നും പരിചയമുള്ളൊരു ഫീൽഡല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയോ നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ പദയാത്ര നടത്തുമ്പോൾ അവരുടെയൊക്കെ ഒരു കഴിവ് ഞാൻ ഇന്ന് വണ്ടിയിൽ നിന്ന് ആലോചിച്ച് പോയി. കാര്യം നമുക്കൊക്കെ വലിയൊരു പിടുത്തം എന്നൊക്കെ എനിക്കിപ്പോൾ 65 വയസ്സ് കഴിഞ്ഞു. ഈ പ്രായത്തിലൊന്നും ഇങ്ങനെയുള്ള ഓട്ടത്തിന് പറ്റിയതല്ല. ആഷ്മി താജ് ഇബ്രാഹിമൊക്കെ ചിരിക്കുന്നുണ്ട്. നടക്കട്ടെ, കുറച്ച് കാലമായിട്ട് കുത്തിയിരിക്കുകയല്ലായിരുന്നു എന്നുള്ള ലൈനിൽ ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മിടുക്കനായ വാർത്താവതാരകനാണ് ആഷ്മി. അതിനേക്കാൾ മിടുക്കുള്ളൊരു വാർത്താവതാരകൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അപ്പോൾ ആഷ്മിയും വിജയകുമാറിനെയും കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. അവർക്കും എന്നേക്കാളും കടുത്ത അനുഭവങ്ങൾ അവർക്കുണ്ട്. അവർ കൂടി നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. ആഷ്മി, ഹൗ ആർ യു? ജീവിതമൊക്കെ കുഴപ്പമില്ല പോകുന്നുണ്ടല്ലോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം നോമ്പ് മുറിച്ചു കഴിച്ചു. വിജയകുമാറിനെ കണ്ടില്ല? വിജയണ്ണനും കൂടെ വരൂ അല്ലേ? ഇതാണ് നമ്മുടെ വിജയകുമാർ. നമ്മുടെ ഒരു തേരാളിയാണ്. പിന്നെ ഇവരുടെ രണ്ടുപേരുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ MDMA ഒന്നും കഴിച്ചിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത് വലിയ ഗുണമാണ്. ഇക്കാലത്ത് ഇതുവരെ ഒന്നും നമ്മൾ MDMA കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന വലിയ ക്വാളിഫിക്കേഷൻ ആവുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇപ്പോൾ വന്ന വാർത്തയാണ്, കൊച്ചിയിൽ 8 കിലോ കഞ്ചാവ് പിടികൂടി. പുല്ലേപ്പടി പാലത്തിനടുത്ത് നിന്നാണ് എക്സൈസ് സംഘം
കഞ്ചാവ് പിടികൂടി, ഒരാൾ കസ്റ്റഡിയിൽ എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. കുറച്ചു മുമ്പ് വന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായത് 208 പേരാണ്. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചത് 203 കേസിൽ രജിസ്റ്റർ ചെയ്തു. MDMA മറ്റ് മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. ഇന്നലെ മാത്രം പരിശോധനയ്ക്ക് വിധേയമാക്കിയത് 2834 പേരെ. അപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ, എക്സൈസ് സംവിധാനങ്ങൾ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ തുടങ്ങി വെച്ച നമ്മുടെ ഈ ശ്രമങ്ങളുടെ കൂടെ ശ്രമഫലമായാണ് എന്നതുകൊണ്ട് നമ്മുടെ യാത്രയുടെ 3-ാം രാത്രി എത്തി നിൽക്കുമ്പോൾ നമുക്ക് വലിയ ഊർജം, വലിയൊരു പ്രതീക്ഷ ഉറപ്പായും നൽകുന്നുണ്ട്. പെസ്കേൻ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞങ്ങളെപ്പോലെ ഒരു സാധാരണ മാധ്യമപ്രവർത്തകനല്ല. അദ്ദേഹം കടന്നു വന്ന കർമ്മകാണ്ഡത്തിൻ്റെ വഴികളിലൊക്കെ പാത്ത് ബ്രേക്കിംഗ് ആയ തീരുമാനങ്ങൾ കൈക്കൊണ്ട, അല്ലെങ്കിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച അസാധാരണമായ മാധ്യമപ്രവർത്തകൻ. അപ്പോൾ അദ്ദേഹത്തിന് അസാധാരണമായ മാധ്യമപ്രവർത്തനത്തിന് 40 വർഷങ്ങൾ എന്നുള്ളത് ഉറപ്പായും ആഘോഷിക്കപ്പെടാനുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മളത് ആഘോഷത്തിൽ നിന്ന് വഴിമാറ്റി അത് കേരളമൊട്ടാകെയുള്ള ഒരു സന്ദേശത്തിൻ്റെ പതാകവാഹക യാത്രയാക്കി മാറ്റിയതിന് കാരണം നമ്മൾ കണ്ടുമടുത്തതുകൊണ്ടാണ്. എത്ര കൊലപാതകങ്ങൾ നമ്മൾ കാണുന്നു, എത്രയെത്ര ലഹരി ഉപയോഗങ്ങളുടെ പാരമ്യതകൾ നമ്മൾ കാണുന്നു, എത്രയെത്ര സങ്കടങ്ങൾ, കണ്ണീരുകൾ, എത്രയെത്ര ശവശരീരങ്ങൾ, എത്രയെത്ര കുഞ്ഞുങ്ങൾ പോയി പെട്ടുപോകുന്നു, എത്രയെത്ര കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരെ കാണുന്നു, എത്രയെത്ര സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്ന സഹോദരങ്ങൾ, എത്ര നമ്മൾ ഈ കഴിഞ്ഞ 2025 ജനുവരി 1 മുതൽ നമ്മൾ ഈ ദിവസം വരെ കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമുണ്ടോ? കണ്ടു മടുത്തു എന്ന് പറഞ്ഞാൽ വായിച്ച് നമ്മുടെ തലച്ചോറൊക്കെ മരവിച്ചു. ഇനി ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് ഇത്തരത്തിൽ മറ്റാരും കേരള മാധ്യമ ചരിത്രത്തിൽ നിന്നുള്ളതല്ല, രാജ്യത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ നിന്നുള്ളതല്ല, ഒരുപക്ഷെ ലോക മാധ്യമ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുത്ത് അതിൻ്റെ പതാകവാഹകരായി കേരളമൊട്ടാകെ സഞ്ചരിക്കാൻ തീരുമാനത്തിലേക്ക് ഏതെങ്കിലും മാധ്യമസ്ഥാപനം എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. അത് ഈ കാലത്ത് നമ്മൾ ഉറപ്പായും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ്. അതിൻ്റെ നഷ്ടങ്ങൾ എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ ഭീഷണികൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്ന തികഞ്ഞ തിരിച്ചറിവിലും ബോധ്യത്തിലുമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു അമ്മ എൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അമ്മയുടെ മകൻ പഠിക്കുന്നത് +2-ലാണ്. അവൻ ഇത്തരത്തിൽ ലഹരിക്കടിമയാണ്. വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോൾ എനിക്ക് പേടിയാണ് മോനെ എന്ന് പറഞ്ഞ് കരയുകയാണ്. അമ്മ പറയുന്നത് അവൻ എന്നെ കാണുന്ന അമ്മയെ പോലെയല്ല എന്ന് പറഞ്ഞ് കരയുകയാണ്. എനിക്കത് അവൻ്റെ അച്ഛനോട് പറയാൻ കഴിയില്ല, എനിക്കിത് പുറത്താരോടും പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയും എന്താണ് പരിഹാരം? ഞാൻ പോലീസിൽ പറയട്ടെ? അയ്യോ പറയരുത്, അങ്ങനെയാണ് എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടകങ്ങളിൽ നീറി കഴിയുന്ന കുറേ അധികം അമ്മമാരുണ്ട്, കുറേ അധികം അച്ഛന്മാർ വേറെ രീതിയിലുണ്ട് എന്നൊക്കെ തിരിച്ചറിവ് നമുക്കുണ്ട്. ആ തലമുറയെ നമുക്ക് തിരിച്ചു പിടിക്കണം. നമുക്ക് നമ്മുടെ നാടിനെ ഇനി ഏതെങ്കിലും വഴിക്കൊക്കെ പൊക്കോട്ടെ എന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാര്യം നമ്മുടെ വീടിൻ്റെ മുറ്റങ്ങളിലൊക്കെ ഈ മാഫിയ എത്തി നിൽക്കുന്നു. ആ മാഫിയയുടെ കാലിൽ പിടിച്ച് താഴെ അടിച്ചാൽ മതിയാവുകയുള്ളൂ. അതിനുള്ള ശ്രമഫലം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ 3 ദിവസങ്ങൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അഭൂതപൂർവമായ വലിയ ചേർത്ത് പിടിച്ചുള്ള ഹൃദയം കൊണ്ടുള്ള റെസ്പോൺസ് നമ്മൾ കാണുന്നു. അപ്പോൾ എത്രത്തോളം ആഴത്തിലുണ്ട് ഈ ഭീഷണി, ആഴത്തിലുണ്ട് ആശങ്ക ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നമ്മുടെ ആ യാത്രയ്ക്ക്, നമ്മുടെ ആ ലക്ഷ്യങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും പിന്തുണയും നിങ്ങൾ ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ആ യാത്ര കേരളത്തെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ പൂർത്തീകരണത്തിനുള്ള നന്ദിയാവട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയുമാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. താങ്ക്സ് ലോട്ട്. താങ്ക് യു ഹാഷ്മി. താങ്ക്സ്. അല്ല, ഞാൻ ഹാഷ്മി MDMA കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ക്വാളിഫിക്കേഷൻ, ഭയങ്കര ക്വാളിഫിക്കേഷൻ ഇക്കാലത്ത്. അല്ല, ഉറപ്പായിട്ടും അതെ, ഹാഷ്മി അത് സീരിയസ് ആയിട്ട് എടുത്ത്. ഞാൻ ചില തമാശകളൊക്കെ പറയും. ഞാൻ വിജയകുമാരോടൊക്കെ ഇതൊരു ഫലിതാഗ്രേസരനാണ്. അപ്പോൾ വലുതൊക്കെ പിടിക്കുന്നതുകൊണ്ട് പുള്ളി വിശ്വസിച്ചില്ലെന്ന് തോന്നുന്നു. അല്ല, ഇത് വ്യാപകമാവുന്ന കാലത്ത് ഉപയോഗിച്ചില്ലെന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചുതരാം. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വില്ലേജ് ഓഫീസറൊക്കെ നമുക്ക് റവന്യൂ സർട്ടിഫിക്കറ്റ് തരുന്ന പോലെ ചിലപ്പോൾ ഭാവിയിൽ MDMA ഉപയോഗിക്കുന്നില്ലെന്ന് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ ചിലപ്പോൾ പവറായി മാറും. അതിനു മുമ്പ് നമുക്ക് ചെയ്യണം. ഇനി നമ്മുടെ SP വിജയകുമാർ കഴിഞ്ഞ കുറച്ചധികം കാലമായി നമ്മുടെ വാർത്താമുറികളിൽ നിറയുന്ന ശബ്ദമാണ്. അപ്പോൾ വിജയകുമാർ വളരെ വിശദമായി SKN ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റി സൂചിപ്പിച്ചു. അതിലപ്പുറത്തേക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയാനില്ല. ഞാൻ ഒരു നമ്പർ പറയാം, അതൊന്ന് പരമാവധി ആളുകൾ ഫോണിൽ സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുകയോ ചെയ്യണം. ആ നമ്പർ ആദ്യം ഒന്ന് നോട്ട് ചെയ്യണേ. ആ നമ്പർ 9497927797. ഒരിക്കൽ കൂടി പറയാം, 9497927797. എല്ലാവർക്കും ആ നമ്പർ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഈ നമ്പർ നമ്മളുടെ പോലീസ് കൺട്രോൾ റൂമിൽ, PHQ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമുണ്ട്. അത് ഈ പൊതുജനങ്ങളിൽ നിന്ന് മയക്കുമരുന്നിനെ പറ്റിയുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനുള്ള നമ്പറാണ്. ഈ നമ്പറിൽ വരുന്ന വിവരങ്ങൾ അതിലെ ആരാണ് നൽകിയത് എന്ന് ഒരു കാരണവശാലും ഈ പോലീസ് കേന്ദ്രങ്ങൾ പുറത്തു പറയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ നാട്ടിൽ കൊട്ടാരക്കരയിൽ എന്തെങ്കിലും ഒരു ലഹരി സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് അറിയിച്ചാൽ
ആ നമ്പർ ഈ ആരാണ് പറയുന്നത് എന്ന് ഒരു കാരണവശാലും അവർ പുറത്തു പറയില്ല, രഹസ്യമായി സൂക്ഷിക്കും. പക്ഷേ അതിൽ നടപടി ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെ പുതുതായി വന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. അതായത് ഇപ്പം SKN ഈ യാത്ര തുടങ്ങിയതിന് ശേഷം പോലീസിലുണ്ടായ വളരെ പോസിറ്റീവായ മാറ്റങ്ങളുടെ പട്ടികയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഞാൻ ഈ പറഞ്ഞ 9497927797 എന്ന നമ്പർ. അപ്പോൾ ഈ യാത്ര കൊണ്ട് എന്ത് ഉണ്ടായി എന്ന് പലരും വേണമെങ്കിൽ അടക്കം പറയുന്നുണ്ടാകും, ചോദിക്കുന്നുണ്ടാകും. അവരോട് നമുക്ക് പറയാനുള്ള മറുപടികളിൽ ഒന്ന് ഇതാ ഈ നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറയുക. ഇത് ഞങ്ങളിപ്പോൾ ഇനി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇക്കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ആ നമ്പർ കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ പോലീസ് കൺട്രോൾ റൂം MDMA അല്ലെ ഡ്രഗ്സ്നോ, നിങ്ങൾ ഓർക്കാൻ എളുപ്പമുള്ള ഒരു കീവേഡ് ഉപയോഗിച്ചാൽ മതി. ഡ്രഗ്സ്നോ MDMA എന്നോ എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഫോണിൽ സേവ് നിങ്ങളെ എളുപ്പം ഓർക്കാൻ ഇതുള്ള. ഞാനിപ്പോൾ നമ്പർ സേവ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയാം. അങ്ങയുടെ നമ്പർ എനിക്ക് തന്നു, ഞാനിത് മറന്നുപോകും. കാര്യം നമ്മുടെ തലച്ചോറിന് ബാൻഡ് വിഡ്ത്തിന് പരിമിതിയുണ്ട്. 1 ലക്ഷത്തിക്കുള്ളൊന്നും അവിടെ ഇരിക്കത്തില്ല. ഇപ്പോൾ 10 ലക്ഷം ഉണ്ട് എൻ്റെ തലയിൽ, അപ്പോൾ ഇരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്, നിങ്ങളുടെ പേര് ജോൺസൺ എന്നാണെന്ന് വെച്ചു, അപ്പോൾ ജോൺസൺ എന്ന് ഫീഡ് ചെയ്തിട്ട് ജോൺസൺ ഹു ഹാസ് മെറ്റ് ഇൻ MGM കൊട്ടാരക്കര ഇൻ കണക്ഷൻ വിത്ത് 5 പാരഗ്രാഫ് എഴുതി വെച്ചേക്കും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓർക്കുമല്ലോ, അയാളെ കണ്ടത് MGM വെച്ചാണ്. അതുപോലെ വിജയകുമാർ പറഞ്ഞ നമ്പർ ഇന്നതിന് പോയപ്പോൾ എന്ന് എഴുതി വെച്ചു. അത് ഡ്രഗ്സ്നോ MDMA എന്നോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ വേണ്ട, കീവേഡ് ഉപയോഗിച്ചാൽ ജീവൻ അപകടത്തിലാകുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ആ നമ്പർ എക്സൈസ് പിടിച്ചാൽ അല്ല, അത് കുഴപ്പമില്ല. അത് പോലീസിന്റെ നമ്പർ തന്നെ, അവർ പിടിച്ചാൽ അവർക്ക് അറിയാം അവരുടെ നമ്പറാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു നമ്പറാണ്. അത് മനോജ് എബ്രഹാം സാറാണ് അതിന്റെ ഒരു നോഡൽ ഓഫീസർ. അപ്പോൾ സാറ് അത് നോക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇത്തരം നമ്പറുകളൊക്കെ പരമാവധി പ്രചരിപ്പിച്ചോളൂ എന്നുള്ള. അപ്പോൾ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ 208 അറസ്റ്റും 203 കേസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്സാണ്. ഈ ടെമ്പോ പോലീസ് കീപ്പ് ചെയ്യുമെന്ന് നമുക്ക് കരുതാം. കാരണം ഇത് സാധാരണ ഇപ്പോൾ നമുക്കറിയാം, ഒരു കാലത്ത് ഒരു 6 മാസം മുമ്പ് സംസ്ഥാനത്ത് സ്ത്രീധന പീഡനങ്ങളെ തുടർന്നുണ്ടായ അക്രമങ്ങൾ, അപ്പോൾ മരണങ്ങൾ, പെൺകുട്ടികളുടെ ആത്മഹത്യയൊക്കെ ഉണ്ടായ സമയത്ത് പോലീസ് അത്തരം കേസുകൾ കൂടുതൽ എടുക്കാൻ തുടങ്ങി. അത് ഒരാഴ്ച നിന്നുള്ളൂ കേട്ടോ, ഒറ്റയാഴ്ച മാത്രമേ ആ ഡ്രൈവ് നിന്നുള്ളൂ, അത് മുന്നോട്ട് പോയില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് നമ്മളുടെ ഫീഡ്ബാക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലണം. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ PHQയിലേക്ക് ചെല്ലണം. അവരെ ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും. അവർ ലോ ആൻഡ് ഓർഡർ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നതിനൊപ്പമായിരിക്കും ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരെ ആക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ ഉപയോഗിക്കുന്ന ജനകീയ പ്രതിരോധം എന്നാണ്. അപ്പോൾ നാട്ടിലാകെ ജനങ്ങൾ രംഗത്ത് വന്നാൽ, പണ്ട് നമ്മൾ ഈ വ്യാജ വാറ്റ് സംഘങ്ങൾക്കെതിരെ വീട്ടമ്മമാർ രംഗത്തിറങ്ങിയ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, പല ഗ്രാമങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ചാരായ വാറ്റ് കേന്ദ്രങ്ങൾ അടിച്ചു തകർക്കുന്നതടക്കം അങ്ങനെ പല പ്രതിരോധങ്ങൾ ഉയർന്നു. അവസാനം പോലീസിന് ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ആ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ജനകീയ പ്രതിരോധമാണ്. നാട്ടുകാർ രംഗത്തിറങ്ങിയാൽ അതിനെ അതിജീവിക്കാൻ ഒരു മാഫിയ അധാർമിക കൂട്ടായ്മയ്ക്കും കഴിയില്ല. ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ SKN അദ്ദേഹത്തിൻ്റെ 4 പതിറ്റാണ്ട് നിന്ന മാധ്യമപ്രവർത്തനം ആ ഘട്ടത്തിലൊരു യാത്ര നടത്തുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്, അല്ലെങ്കിൽ ഈ ഒറ്റ അജണ്ടയാണ് ഇത് വയ്ക്കുന്നു. അതിനു മുമ്പ് തന്നെ ഞങ്ങൾക്ക് അത് SKN ഒരു ഐഡിയ ആയിരുന്നു. 24 കണക്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സാമൂഹ്യ സേവന സംവിധാനമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുക. ഞങ്ങളൊക്കെ, ഞാനും ഹാഷ്മിയും ഞങ്ങളുടെ അവിടുത്തെ എഡിറ്റോറിയൽ ടീമൊക്കെ നിരന്തരമായി കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പോയി ഇതിനകത്ത് ക്ലാസ്സുകളൊക്കെ എടുക്കാറുണ്ട്. അവിടെ നിന്നൊക്കെ പല വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. അവരോട് ഞങ്ങളത് പോലീസിനെ അറിയിക്കണം, ഇതുപോലെയുള്ള സംവിധാനങ്ങളെ അറിയിക്കണമെന്ന് പറയുകയും അവരെ അറിയിക്കുകയും അതിന് റിസൾട്ട് ഉണ്ടായ കാര്യം നമ്മളെ തിരിച്ച് സന്തോഷത്തോടെ പറയുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ നമ്മളുടെ ദൈനംദിന മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിടാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ കയ്യിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയാൽ, പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നമ്മളങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് 2018 പ്രളയകാലത്ത് മുഖ്യമന്ത്രി ചോദിച്ചു. അന്ന് രാഷ്ട്രീയം ഒന്നും നോക്കാതെ UDF LDF BJP എന്നൊന്നും പറയാതെ അന്ന് മുഖ്യമന്ത്രി ഇറങ്ങാൻ പറഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി 2018 കേരളത്തെ ഇങ്ങനെ കയ്യിൽ താങ്ങി നിന്ന ഒരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പശ്ചാത്തലം പാരമ്പര്യമുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ സാക്ഷരതാ പ്രസ്ഥാനം, അന്ന് EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന, അപ്പോൾ നമ്മൾക്ക് എന്താണ് സാക്ഷരതാ പ്രസ്ഥാനം എന്ന് അറിയില്ല, പക്ഷേ നമ്മളും അക്ഷരജാഥകളിൽ പങ്കുചേർന്നു. അങ്ങനെ നമ്മൾ കേരളത്തെ 100% സാക്ഷരതയുള്ള സംസ്ഥാനമാക്കി മാറ്റി. അതൊക്കെ ജനകീയ കൂട്ടായ്മകളിലൂടെ ഉണ്ടായതാണ്. രാഷ്ട്രീയമൊക്കെ മറന്ന് ജനകീയ കൂട്ടായ്മകളിലൂടെയാണ് നമുക്കതൊക്കെ നേടാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ജനകീയ കൂട്ടായ്മയാണ് ഇവിടെ രൂപപ്പെട്ട് വരേണ്ടത്. ഇപ്പോൾ SKN പറഞ്ഞതുപോലെ
നമ്മൾ ഈ യാത്ര 30 ദിവസം കഴിഞ്ഞ് തെക്ക് നിന്ന് വടക്കോട്ട് നടത്തി വടക്കെത്തി കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പോകുന്ന ഞങ്ങളുടെ ഒരു പഠന റിപ്പോർട്ടിൽ ഉറപ്പായും ഈ വിഷയങ്ങൾ ഉണ്ടാകും. അതിൽ ജനകീയ കൂട്ടായ്മകൾ എങ്ങനെയാണ് നാട്ടിൽ രൂപപ്പെട്ടു വരേണ്ടത്, അത് സ്ഥിരമായ സംവിധാനങ്ങളുണ്ട്. സ്ഥിരം സമിതികൾ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, പഞ്ചായത്തുകളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ. അതുപോലെ സ്ഥിരം സമിതികളായി അത് പ്രവർത്തിക്കണം. മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെ ലഹരിക്കെതിരെ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീധനം ഉൾപ്പെടെ അധാർമികമായ നിയമവിരുദ്ധമായ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോ പഞ്ചായത്തിലും 200-500 ചെറുപ്പക്കാർ ആളുകൾ ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത്തരമൊരു ഗ്രൂപ്പിനെ കൂടി രൂപപ്പെടുത്തിയെടുക്കാൻ ഈ യാത്രയിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ സർക്കാരിന് കൊടുക്കാൻ പോകുന്ന പ്രപ്പോസലുകളിൽ അതൊക്കെ ഉൾപ്പെടുത്താനുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതാണ്, നമ്മളുടെ നാട്ടിൽ പഴയ പോലെ ഗ്രൗണ്ടുകളൊന്നുമില്ല. അപ്പോൾ കളിസ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരണം, ഉള്ളത് സംരക്ഷിക്കണം. അവിടെയൊക്കെ നമുക്ക് സ്പോർട്സും മറ്റ് ആക്ടിവിറ്റീസും സജീവമാക്കണം. അതൊക്കെ ഇതിന് മറുമരുന്നാണ്, ഈ ലഹരിക്കുള്ള മറുമരുന്നാണ് സ്പോർട്സ്. ഇപ്പോൾ IM വിജയൻ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ ദിവസം ഏതാനും മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഉടൻ ഫുട്ബോൾ അക്കാദമി തുടങ്ങുമെന്നാണ്. അപ്പോൾ ഫുട്ബോൾ ഇതിനൊരു മറുമരുന്നാണ്. ആളുകൾ വെറുതെ ഇരിക്കുന്നില്ല, കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അവർ എൻഗേജ്ഡ് ആണെങ്കിൽ അവർ ഇത്തരം കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് പെടില്ല. അപ്പോൾ IM വിജയൻ്റെ ഫുട്ബോൾ അക്കാദമിയും സർക്കാരിൻ്റെ സഹായമുണ്ടെങ്കിൽ അതിന് ഓരോ ജില്ലയിലും അവർക്ക് ക്ലാസ്സുകൾ നടത്താൻ കഴിയും, ക്യാമ്പുകൾ നടത്താൻ കഴിയും. ഇപ്പോൾ എന്താണ് ഏപ്രിൽ മെയ് മാസങ്ങൾ നമുക്ക് അവധിക്കാലമാണ്. നമ്മൾക്ക് ധാരാളം സമയം ഈ കുട്ടികൾക്ക് കിട്ടും. ആ സമയത്തൊക്കെ അത്തരം ആക്ടിവിറ്റീസിൽ ഇപ്പോൾ നീന്തൽ നമുക്ക് പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഓരോ വർഷകാലത്തും എത്രയോ കുഞ്ഞുങ്ങളാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ തല മരവിച്ചു പോകുന്ന വാർത്തകളാണ്. അപ്പോൾ നീന്തൽ നമുക്ക് പരിശീലിപ്പിക്കാം ഈ മാസങ്ങളിൽ. ഫുട്ബോളോ ക്രിക്കറ്റോ ബാസ്കറ്റ് ബോളോ വോളിബോളോ, നമുക്ക് അത്തരം കായിക വിനോദങ്ങളിലേക്ക് നമ്മളുടെ ഈ കൃഷി അതെ നമ്മൾ ബ്ലാത്താങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ അവിടുത്തെ കൃഷിക്കാരെ കാണാൻ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതാണ്, ഈ ചെറുപ്പക്കാർക്ക് ഇതിലേക്ക് വരാൻ താല്പര്യമുണ്ട്, പക്ഷെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല എന്നുള്ള. അപ്പോൾ നാട്ടിൽ കൃഷി തിരിച്ചു കൊണ്ടുവരാം, കായിക വിനോദങ്ങൾ തിരിച്ചു കൊണ്ടുവരാം, സ്പോർട്സ്, അതുപോലെ നൃത്ത പഠനങ്ങൾ, എന്താണ് സംഗീത പഠനം, ഇതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മുടെ കുട്ടികൾക്ക് എൻഗേജ്ഡാണ്. ഇപ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോടൊക്കെ രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത്, എന്താണോ കുട്ടികളുടെ താല്പര്യങ്ങൾ, അവർക്ക് പാഠ്യേതര വിഷയങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉറപ്പായി. ഇപ്പോൾ അതും IM വിജയനാണ് അതിനൊരു ഉദാഹരണം കേട്ടോ. അതൊരു ഹൃദയസ്പർശിയായ ഒരു കഥ കൂടി വിജയേട്ടൻ നമ്മളോട് പറഞ്ഞു. അതായത് IM വിജയൻ്റെ ചേട്ടനാണ് IM വിജയനെ നന്നായി പഠിപ്പിച്ചത്. അമ്മ സാധാരണക്കാരിയായ തൃശ്ശൂർ നഗരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആക്രി പറക്കി ജീവിച്ച് മകനെ ഒരു വലിയ നിലയിലെത്തിച്ച അമ്മയാണ്. അപ്പോൾ IM വിജയൻ്റെ ചേട്ടൻ IM വിജയൻ പഠിക്കാൻ മോശമായിരുന്നപ്പോൾ നന്നായി തല്ലുമായിരുന്നു. ഒരു ദിവസം വിജയേട്ടൻ്റെ അമ്മ ഈ IM വിജയൻ്റെ സഹോദരനോട് പറഞ്ഞു, നീ എന്തിനാണ് അവനെ തല്ലുന്നത്, അവന് പന്ത് കളിക്കാനാണ് താല്പര്യം, അവനെ അതിന് വിട്. ആ ഒരൊറ്റ വാക്കിൽ ഉണ്ടായത് എന്താണ്, കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച, നമ്മൾ സുനിൽ ഛേത്രി എന്ന് പറയുന്നത് പോലെ മലയാളിക്ക് പറയാൻ ഒരു IM വിജയൻ ഉണ്ടായി. എന്തുകൊണ്ടാണ് ആ അമ്മ പറഞ്ഞത്, അവനെ പന്ത് കളിക്കാനാണ് താല്പര്യം, അതുകൊണ്ട് അവനെ പന്ത് കളിക്കാൻ വിടണം എന്ന അമ്മയുടെ ഒറ്റ വാക്കിൽ ഒരു ചരിത്രമാണ് അവിടെ മാറിയത്. അപ്പോൾ അങ്ങനെ നമ്മളുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് പലതരം താല്പര്യങ്ങളുണ്ടാകും. അവരെ അതിൽ നിന്ന് വഴി മാറ്റി നമ്മൾ ഏതെങ്കിലും ഒന്ന് അടിച്ചേൽപ്പിക്കുന്നത് ഇത്തരം ഈ പറയുന്ന ഈ ലഹരി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണമാണെന്ന് നമ്മൾ പറയുന്നതല്ല, ഈ മനഃശാസ്ത്ര വിദഗ്ധരും ഈ പറയുന്ന സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു അലാം ഒരു വാണിംഗ് ഉണ്ടാവണം കേട്ടോ. നമ്മൾ അടിച്ച് ഏൽപ്പിക്കരുതൊന്നും. പരമാവധി അവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്, ഇപ്പോൾ കുറച്ചൊക്കെ ജനാധിപത്യം അക്കാര്യത്തിൽ ഉണ്ടാവണം. അവർക്ക് എന്താണോ താല്പര്യം അതുകൂടി കണക്കിലെടുത്ത് അവരെ ഡിസൈഡ് ചെയ്യാൻ, അവരുടെ ഭാവി തീരുമാനിക്കാൻ അവരെ കൂടി പ്രേരിപ്പിക്കണം എന്നതൊരു റിക്വസ്റ്റായി ഈ ഇവിടുത്തെ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ നമുക്കൊക്കെ ജേർണലിസം അത്ര അങ്ങനത്തെ വലിയ കരിയറുള്ള കാലത്തൊന്നുമല്ല നമ്മളത് പഠിച്ചത്. നമ്മളുടെ താല്പര്യം അതാണെങ്കിൽ എന്നാൽ പിന്നെ അത് പഠിക്കട്ടെ എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് പഠിച്ചതാണ്. അപ്പം അത് തന്നെ ആയിരിക്കും ഇപ്പോൾ ഹാഷ്മിയുടെ ഒക്കെ അവസ്ഥ. അപ്പം അവർക്കൊക്കെ ആഗ്രഹം മറ്റെന്തെങ്കിലുമൊക്കെ നമ്മളാകണമെന്നായിരിക്കാം. അപ്പം അവൻ്റെ താല്പര്യം അതാണെങ്കിൽ അതിന് പോകട്ടെ എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വഴിക്ക് അങ്ങ് തിരിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ താല്പര്യങ്ങളുണ്ടെങ്കിൽ അവരെ ആ താല്പര്യത്തിന് വിധേയമായി അതിനൊക്കെ പഠിപ്പിക്കാനും ആ വഴിക്ക് ഇപ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് അവരെ സംഗീത കോളേജിൽ ചേർത്ത് പഠിപ്പിക്കട്ടെ, സ്വാതിരുന്നാൾ കോളേജിൽ അവർ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കട്ടെ, അല്ലെങ്കിൽ അവർ ചിത്രകാരനാണെങ്കിൽ ആ വഴിക്ക് അവർ പോകട്ടെ, അവർക്ക് മേളക്കാരനാണെങ്കിൽ നമുക്ക് കലാമണ്ഡലത്തിൽ അവർക്ക് സീറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം, അവർ കഥകളി പഠിക്കാനാണെങ്കിൽ അതിന് നമുക്ക് അവസരം കൊടുക്കാം. അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ബുദ്ധിപരമായി അവരെ കൂടി കേട്ട് വീടുകളിൽ കുറെ കൂടി ജനാധിപത്യപരമായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് കൂടി അറിഞ്ഞ് അതുകൂടി ഉൾക്കൊണ്ട് അവരുടെ വഴിയിലേക്ക് അയക്കാൻ നമുക്ക്, അവരുടെ വഴി തിരഞ്ഞെടുക്കാൻ നമുക്ക് അവരെ സഹായിക്കാം.
അല്ലാതെ അവരെന്തെങ്കിലുമൊക്കെ അടിച്ചേൽപ്പിക്കുന്നത് ഒരു പക്ഷേ നമ്മൾ കരുതുന്നതിനേക്കാൾ മോശം ഫലമായിരിക്കും ഉണ്ടാകുക എന്നത് നമ്മളുടെ സമീപകാല സംഭവങ്ങൾ പലതും നമ്മളെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ദിവസവും കാണുന്നതും കേൾക്കുന്നതുമായ സംഭവങ്ങൾ ഒത്തിരിയുണ്ട്. അത് മുഴുവൻ പറഞ്ഞ് ഞാൻ നിങ്ങളുടെ മൂഡ് മോശമാക്കുന്നില്ല. കാരണം ആകപ്പാടെ കുഴപ്പമാണ് എന്നൊരു പ്രശ്നത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. ആകപ്പാടെ കുഴപ്പമാകാതിരിക്കാൻ നമ്മൾ ഇപ്പോൾ തന്നെ കരുതലെടുക്കണം. വളരെ വൈകി ഇനിയും നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്നേഹോപകാരം നൽകാനായി ഐ വെൽക്കം മിസ്റ്റർ ആർ ശ്രീകണ്ഠൻ നായർ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഫ്ലവേഴ്സ് TV and 24. ഇത് നൽകാനായി മിസ്റ്റർ സുനിൽ കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, MGM ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. MGMന്റെ സ്നേഹോപകാരം മിസ്റ്റർ ശ്രീകണ്ഠൻ നായർക്ക് മിസ്റ്റർ സുനിൽ കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ, MGM ഗ്രൂപ്പ് ഓഫ് സ്കൂൾ സമ്മാനിക്കുന്നു. This is a token of love from MGM Group of Institution to Mr. R. Srikandan Nair, Managing Director, Flowers TV and Chief Editor of 24 News. I welcome Ms. Usha Srikandan Nair to the stage. Up next, I welcome Hashmi Taj Ibrahim to the stage. Mr. Thomas Daniel, Vice Chairman MGM Trust, please come to the stage to give a token of love to Mr. Hashmi. Also, I welcome Vijay Kumar sir to the stage. So please come. All MGM teachers, please come to this dais. Mr. Givagis Johnson, Trust member, also please come to the stage. This is a token of love from the MGM Group of Institution. Mr. Givagis Johnson is handing over to a token of love to Mr. Thank you so much, sir. I welcome Mr. Jose to the stage. ഹലോ, ആശയ സെക്രട്ടറി കലേപുരം ജോസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നാട അണിയിക്കുന്നതിനായി കലേപുരം ജോസ് സാർ. എല്ലാവർക്കും നമസ്കാരം. കൊട്ടാരക്കരയുടെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കാവുന്ന ഒന്നാണ് മഹാഗണപതി, നമ്മുടെ സാക്ഷാൽ ഭഗവാൻ. അടുത്തതായിട്ട് കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രധാന കലാരൂപമാണ് കഥകളി.
അഭിനയത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു നമുക്ക് എന്നും അഭിമാനിക്കത്തക്ക കൊട്ടാരക്കര ശ്രീധരൻ നായർ. അതുപോലെ കൊട്ടാരക്കര ഈ ലോകത്തിന് മറ്റൊരു സമ്മാനം കൂടി നൽകുകയാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട മേലില്ല ശ്രീകണ്ഠൻ നായർ സാറാണ്. ഇന്ന് യേശുക്രിസ്തു ആകെ പ്രവർത്തിച്ചത് 3.5 വർഷം മാത്രമാണ് ലോകത്ത്. 30 വയസ്സ് കഴിഞ്ഞിട്ടാണ് യേശുക്രിസ്തു പരസ്യമായിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. അദ്ദേഹം ചാട്ടവാറുമായിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ സ്വന്തം നാവിനെ ചാട്ടവാറാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ അദ്ദേഹം നേരിടുന്നത് നിസ്സാരന്മാരെ അല്ല, ലോകരാജ്യങ്ങളെപ്പോലും വിലക്കെടുക്കത്തക്ക ത്രാണിയുള്ള മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്ന പ്രിയ ശ്രീകണ്ഠൻ നായർ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് വല്ലതും പറ്റുന്നെങ്കിൽ അതിൻ്റെ പങ്ക് എനിക്കൂടി ഇരിക്കട്ടെ എന്ന് ഉറക്കെ തീരുമാനിച്ചുകൊണ്ട് സുനിത മാഡം കൂടെയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയ സുരേന്ദ്രൻ സാറ് കൂടെയുണ്ട്. കുടുംബമായി ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ അതിശക്തമായ നിലപാടുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന ഈ മേലില്ല ശ്രീകണ്ഠൻ നായർ സാറിനും കുടുംബത്തിനും അതേപോലെ തന്നെ 24 ചാനലിനും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. കേരളം ഒട്ടാകെ നിങ്ങളുടെ ഒപ്പമുണ്ട്. കേരളക്കരയുടെ മുഴുവൻ മനസ്സും ഹൃദയവും നിങ്ങളുടെ ഒപ്പമുണ്ട്. മക്കളുടെ ലഹരി ഉപയോഗത്തിൽ ഹൃദയം നുറുങ്ങിക്കഴിയുന്ന മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ശ്രീകണ്ഠൻ നായർ സാറോട് എപ്പോഴുമുണ്ട് എന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു. താങ്ക് യു. ഹലോ, നമ്മുടെ RTO സന്തോഷ് കുമാർ സാർ 2 വാക്ക് സംസാരിക്കും. മാധ്യമരംഗത്ത് 40 വർഷം പൂർത്തിയാക്കുകയും നമ്മുടെ കേരള യാത്രയുമായി, അതായത് ഹരിതക്രമം ലഹരി എന്ന മുദ്രാവാക്യവുമായി കേരളം മുഴുവൻ സഞ്ചരിച്ച് അനിൽകുമാർ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാടിനെ ഇതിൽ നിന്നും മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് എല്ലാവിധ ഭാഗങ്ങളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ 24 ടീമിനും നേരുന്നു. ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അഖില ഭാരതീയ പ്രജാപതി സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി നെടുവത്തൂർ ചന്ദ്രശേഖർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് അർപ്പിക്കുന്നതിനായി. അവിടെ I also welcome the Conrad Kerry Journalist community, Sirjuddin M, Dr. Sajid Kadikal and Sajan Karibal to the stage. നമ്മുടെ സോൾ ലൈറ്റിൻ്റെ ആ ടീം അംഗങ്ങളെ എല്ലാം ക്ഷണിച്ചുകൊള്ളുന്നു. അനിൽ ചേർത്തല സാർ, രഞ്ജു സാർ, സിജിമോൻ സാർ, ഓൾ ടീം അംഗങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയപ്പെട്ട SKN ആദരം അർപ്പിക്കുന്നതിനായി സോളാൻ ലൈറ്റിലെ എല്ലാ അംഗങ്ങളെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അനിൽ സാർ, സോൾ ലൈറ്റിൻ്റെ എല്ലാ അംഗങ്ങളെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അനിൽ സാർ. I welcome Devananda Rajiv, Adityan Pradeep, Asna Nisam, Devanarayanan, Shrestha Adarsh, Anshika Nair to the stage. ഇവർക്കൊരു ടോക്കൺ ഓഫ് ലവ് സമ്മാനിക്കാനായി ആഷ്മിത ജിബ്രാഹിമിനെയും വിജയകുമാർ സാറിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം.
താങ്ക് യു സോ മച്ച് ടു എവ്രി വൺ. ഇന്നിവിടെ ജോയിൻ ചെയ്ത എല്ലാവർക്കും 24-ന്റെ ഭാഗത്തൊരു വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ താങ്ക്സ് ലോട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ് നമ്മുടെ യാത്രയ്ക്ക്. ആ ലക്ഷ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പിന്തുണയൊക്കെ കൂടെ ഉണ്ടാകും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ആത്മാർത്ഥമായി. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.